അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 131. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنت حل بهذا البلد صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ബലദിലെ 2-ാം വചനമാണ്. പരിശുദ്ധ മക്കയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല തുടർന്ന് പറയുന്നത് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. എങ്ങനെയാണ് നബിയെ ഈ പരിശുദ്ധ രാജ്യത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യാതിരിക്കുക? കാരണം അങ്ങ് ഈ രാജ്യത്ത് ഇറങ്ങി താമസിച്ചിട്ടുണ്ടല്ലോ. അങ്ങ് ഈ രാജ്യത്ത് ഇറങ്ങി താമസിച്ചിട്ടുണ്ട്. അങ്ങയുടെ ബറക്കത്താക്കപ്പെട്ട പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് ഈ മണ്ണെന്നർത്ഥം. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് തിരുനബിയുടെ സാന്നിധ്യം ബറക്കത്ത് നൽകുന്നതാണ്. വ്യക്തിക്കാണെങ്കിലും സ്ഥലത്തിനാണെങ്കിലും ഹബീബുമായി ബന്ധപ്പെട്ടതിനെല്ലാം ബറക്കത്തുണ്ട്, പുണ്യമുണ്ട്. ബറക്കത്ത് ചൊരിയുന്ന സാന്നിധ്യമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതെന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ബീവി ഹലീമ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഞാൻ 10ഓളം വരുന്ന ബനൂ സഅദിയ ഗോത്രത്തിലെ സഹോദരിമാരോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടു. ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം മുലയൂട്ടാൻ ഒരു കുഞ്ഞിനെ കിട്ടണമെന്നതായിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ഓരോ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്തു. അവസാനം ഒരു യതീമായ കുഞ്ഞ് മാത്രം അവിടെ ബാക്കിയുണ്ട്. ആ കുഞ്ഞിനെ തിരഞ്ഞെടുക്കാൻ ആരുമില്ലായിരുന്നു എന്നതാണ് സത്യം. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എൻ്റെ ഭർത്താവും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഭർത്താവിനോട് കാര്യം പറഞ്ഞപ്പോൾ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, നിർബന്ധമായും ഈ കുഞ്ഞിനെ നമുക്ക് ഏറ്റെടുക്കണം. ഒരു കുട്ടിയെയും കിട്ടാതെ മക്കയിൽ നിന്ന് തിരിച്ചു പോകുക എന്നത് എനിക്ക് ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്ത് വന്ന ഒട്ടകം തന്നെ വളരെ ക്ഷീണിച്ച് അവശയായ ഒട്ടകമായിരുന്നു. ഒരു തുള്ളി പാല് പോലും ആ ഒട്ടകം ചുരത്തുന്നില്ല. ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് യാത്ര ചെയ്ത കഴുത, ആ കഴുത എല്ലാ അർത്ഥത്തിലും തളർന്ന കഴുതയായിരുന്നു. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒട്ടകം ഒരു തുള്ളി പാല് പോലും ചുരത്താത്ത ഒട്ടകമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടിയോടൊപ്പം എൻ്റെ കുട്ടി ലംറത്തിൻ്റെ കൂടെ അങ്ങോട്ട് പുറപ്പെട്ടു. എൻ്റെ ഭർത്താവും കൂടെയുണ്ട്. അവസാനം ഭർത്താവിനോട് ഈ കുട്ടിയെ ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് എന്നോട് ഓർമ്മപ്പെടുത്തി, ആവാം, നിന്റെ ഇഷ്ടം പോലെ ആവാം. ആ കുട്ടിയിൽ അല്ലാഹു നിനക്ക് ബറക്കത്ത് തന്നേക്കാം, എടുത്തോളൂ ഹലീമ എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെയുമായി ഞാൻ പുറപ്പെടുകയാണ്. ഉപ്പയില്ലാത്ത കുട്ടികളെ അവഗണിക്കാനുള്ള കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്തതിൻ്റെ പേരിൽ നല്ല പാരിതോഷികം കിട്ടുകയില്ല എന്ന ഒരൊറ്റ കാരണമാണ്. ഏതായാലും ആ കുഞ്ഞിനെ എടുത്തു കൊണ്ടുവന്നു. എത്രയോ ദിവസം രാത്രി കിടക്കുമ്പോൾ പാലില്ലാത്തതിൻ്റെ പേരിൽ കരഞ്ഞിരുന്ന എൻ്റെ മകൻ ലംറത്ത് മുഹമ്മദിനെ ഏറ്റെടുത്തതോടുകൂടെ, ഈ കൊച്ചു കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തതോടുകൂടെ എൻ്റെ മുലയിൽ പാല് നിറഞ്ഞു. സ്വന്തം കുട്ടിക്ക് തന്നെ കുടിക്കാൻ പാലില്ലാത്തിടത്ത് ലംറത്തിനും മുഹമ്മദിനും കൂടെ കുടിക്കാനുള്ള പാല് അതിലുണ്ടാവുകയും, അങ്ങനെ ഞങ്ങളുടെ ജീവിതം, ഞാൻ ആ കുഞ്ഞിനെയുമായി എൻ്റെ വീട്ടിലേക്ക് വന്നതോടുകൂടെ
മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളും ആടുകളുമൊക്കെ തടിച്ചു കൊഴുത്തു. കായ്ക്കാത്ത വൃക്ഷങ്ങൾ ഫലം കായ്ക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ബറക്കത്ത് കളിയാടി എന്ന് ബഹുമാനപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് കിട്ടുന്ന അനുഗ്രഹം. ചെറിയ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. കഴിഞ്ഞില്ല, എൻ്റെ മോൻ വീട്ടിൽ വന്നതിൻ്റെ ശേഷം ഞങ്ങളുടെ ആടുകൾ മേക്കാൻ വിട്ടുകഴിഞ്ഞാൽ ആ ആടുകൾ തിരിച്ചു വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതാ ആ ആടുകൾ നല്ല വയറ് നിറഞ്ഞ അവസ്ഥയിലാണ് വൈകുന്നേരം തിരിച്ചു വരിക. അതേസമയം അവിടെയൊന്നും ഞങ്ങളുടെ കാലികൾക്ക് തിന്നാനുള്ള പുല്ല് വേണ്ടത്ര ഇല്ലായിരുന്നു. പലരും പറയാൻ തുടങ്ങി, അവരുടെ ഒട്ടകങ്ങളും അവരുടെ ആടുകളുമൊക്കെ രാത്രി സമയത്ത് വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒട്ടിയ വയറുമായിട്ടാ വരുന്നത്. അവരിൽ പലരും പറയാൻ തുടങ്ങി, വൈഹക്കും ഉൻദുറു ഹൈസു തസ്റഹു ഗനമു ബിൻതി അബീ ദുഐബ്, അബൂ ദുഐബിന്റെ മകളുടെ ആടുകൾ എവിടെയാണ് മേയുന്നതെന്ന് നോക്കണം. ഈ ഇടയന്മാരോട് വീട്ടുകാർ പറയാൻ തുടങ്ങി, അവളുടെ ആടുകൾ കണ്ടില്ലേ, വീർത്ത വയറുമായിട്ടാണല്ലോ കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ എൻ്റെ ആടുകളെ കെട്ടുന്ന സ്ഥലത്ത് തന്നെ, അവയെ മേക്കുന്ന സ്ഥലത്ത് തന്നെ അവരും കൊണ്ടുവന്ന് എൻ്റെ ആടുകളുടെ കൂടെ അവരുടെ ആടുകളെ മേച്ചു. പക്ഷേ അപ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോൾ എൻ്റെ ആടുകളുടെ വയറ് വീർത്തിട്ടും അവരുടെ ആടുകളുടെ വയറുകൾ ഒട്ടിയിട്ടുമാണ്. ഒരു തുള്ളി പാല് പോലും അവരുടെ ആടുകളുടെ അകിട്ടിൽ നിന്ന് ചുരത്തുന്നില്ല. ഈ അവസ്ഥയിലാണ്. അതേസമയം എൻ്റെ ആടുകളുടെ അകിട്ടില് എനിക്കും കുടുംബത്തിനും ഞങ്ങളെ കുട്ടികൾക്കും എല്ലാം കുടിക്കാനുള്ള പാലുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു സാന്നിധ്യത്തിൻ്റെ ബറക്കത്താണിത്. ഇതെല്ലാം അൽ ബിദായത്തു വന്നിഹായ പോലെയുള്ള ഗ്രന്ഥങ്ങൾ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് കാണാം. ഞങ്ങളുടെ പരിസരത്താർക്കെങ്കിലും എന്തെങ്കിലും ശാരീരികമായൊരു രോഗം പിടിപെട്ടാൽ എൻ്റെ വീട്ടിൽ വരും, ഈ കുഞ്ഞുമോൻ്റെ കൈ പിടിക്കും മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ. എന്നിട്ട് വേദനയുള്ള ഭാഗത്ത് ആ കൈ അവർ വെക്കുമ്പോൾ ഫയബ്റഉ ബിഇദ്നില്ലാഹി സരിഅ, എത്രയും പെട്ടെന്ന് ആ രോഗം സുഖപ്പെടും. കണ്ടോ തിരുനബിയുടെ സാന്നിധ്യത്തിൻ്റെ ബറക്കത്ത്. ഇത് ഒട്ടകത്തിനും ആടിനുമൊക്കെ സുഖമില്ലാതെ ആയാൽ ഇതേ രൂപത്തിൽ എൻ്റെ കുഞ്ഞുമോൻ്റെ കൈ പിടിച്ച്, അഥവാ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ബറക്കത്താക്കപ്പെട്ട കൈ പിടിച്ച് അവര് ആ വേദനയുള്ള ഭാഗങ്ങളിൽ വെച്ചാൽ എത്രയും പെട്ടെന്ന് അത് സുഖപ്പെടുന്ന ഒരു അനുഭവമുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ബീവി ഹലീമ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നതായി കാണാം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ അടുത്ത് ഹബീബായ റസൂലുള്ളാഹി ഒരിക്കൽ എൻ്റെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് കലശലായ വേദനയാണ്, അങ്ങേയറ്റത്തെ വേദനയും രോഗവുമാണ്. ഞാൻ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുപോയി അറിയാതെ, അല്ലാഹുമ്മ ഇൻകാന അജലി ഖദ് ഹളറ ഫഅരിഹ്നി വഇൻകാന ആജിലൻ ഫർഫഇനി വഇൻകാന ബലാഅൻ ഫസബ്ബിർനി. അല്ലാഹുവേ, എൻ്റെ അവധി അടുത്തിട്ടുണ്ടെങ്കിൽ ഇനി സഹിക്കാൻ വയ്യ, എൻ്റെ അവധി അടുത്തിട്ടുണ്ടെങ്കിൽ ഖദ് ഹളർ ഫഇൻകാന അജലി ഖദ് ഹളർ, അല്ലാഹുവേ എൻ്റെ അവധി അടുത്തിട്ടുണ്ടെങ്കിൽ ഫഅരിഹ്നി, എന്നെ നീ സന്തോഷത്തോടെ മരിപ്പിക്കണം. വഇൻകാന ആജിലൻ, ഇനിയും എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ, അവധി അടുത്തിട്ടില്ലെങ്കിൽ ഫർഫഇനി, ഈ കിടത്തം കിടന്നുകൂടാ, ഇവിടെ നിന്ന് നീ എൻ്റെ ശരീരം പൊക്കണം, എനിക്ക് എഴുന്നേൽക്കണം. വഇൻകാന ബലാഅൻ ഫസബ്ബിർനി, അല്ല നീ എന്നെ കടുത്ത പരീക്ഷണം പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷമയും പ്രദാനം ചെയ്യണേ അല്ലാ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ട് എൻ്റെ അടുത്തുകൂടെ തിരുനബി കടന്നു പോകുമ്പോൾ എന്നോട് ചോദിച്ചു, മാ ഖുൽത യാ അലി, എന്തേ അലി നീ ഇപ്പോൾ പറഞ്ഞത്? ഫഅഅത്തു അലൈഹി, നബിയെ രോഗത്തിൻ്റെ വേദന കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് എന്ന് പറഞ്ഞ് ഞാനത് വീണ്ടും നബി തങ്ങളോട് ആവർത്തിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ വാക്ക്. ആ സമയത്ത് ഫളറബനി ബിരിജ്ലിഹി, അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട കാലുകൊണ്ട് ഒരു കൊട്ടുകൊട്ടി, ഒരു ചെറിയ തട്ട് അവിടെ കിടക്കുന്ന എന്നെ തട്ടിയിട്ട് ഹബീബ് പറഞ്ഞു, അല്ലാഹുമ്മ ആഫിഹി അല്ലാഹുമ്മ ശ്ഫിഹി, അല്ലാഹുവേ അലിയെ നീ സുഖപ്പെടുത്തണേ, അലിയിന് നീ ശിഫ നൽകണേ
എന്ന് പറഞ്ഞ് ആ കാലുകൊണ്ട് ചെറുതായൊരു തട്ട് തന്നപ്പോൾ പിന്നീട് ആ വേദനയും രോഗവും ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നതായി കാണാം. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മക്കയില് കടുത്ത ക്ഷാമങ്ങൾ വരുമ്പം ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ കൈ പിടിച്ചിട്ട് ജബലു സബീറിലേക്ക് കയറിയിട്ട് അവർ വെള്ളം ചോദിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മഴ ചോദിക്കുമായിരുന്നു. അത് കാരണമായി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ കൂട്ടും അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ച് കൂടെ കൊണ്ടുപോകും. എന്നിട്ട് മഴ ചോദിക്കും. അറബികൾ മഴ ചോദിക്കുമ്പോൾ അവർക്ക് മഴ ലഭിക്കുകയും ചെയ്യും. കണ്ടോ നിങ്ങൾ, ഇതുപോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുസാന്നിധ്യത്തിന്റെ ബറക്കത്ത്, പുണ്യം ചൊരിയുന്ന തിരുസാന്നിധ്യമായിരുന്നു അത് എന്നർത്ഥം. ഇങ്ങനെ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ഏതാനും ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെയാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാല് തട്ടിയാൽ, കൈ തട്ടിയാൽ, അവിടുത്തെ സാന്നിധ്യമുണ്ടായാൽ ഇത്ര വലിയ ബറക്കത്തുണ്ടാകുമെങ്കിൽ ഇന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യ ശരീരത്തെ ഉമ്മ വെച്ച് ആ ശരീരത്തെ താങ്ങിയെടുത്ത് ഇന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന, ഹബീബിനെ ഏറ്റെടുത്ത ആ മദീന ഷരീഫിന്റെ ബറക്കത്ത് എത്രയായിരിക്കും? ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അത് ചെറുതായി ഒന്ന് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.